ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് ടൗൺ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങനെ എപ്പോഴും വരത്തില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ തൊട്ടടുത്ത ടൗണല്ല, ഒരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസിലാട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊന്നും എനിക്കില്ല. സ്കൂളിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എങ്കിലും ചില സമയങ്ങളിൽ ഇതുപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. മക്കൾ വന്നപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫുഡൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇവിടെ കേട്ടോ ഞാൻ പറഞ്ഞ നല്ല വെജിറ്റബിൾ കട്ട്ലേറ്റ് കിട്ടുന്ന ആ ഒരു കട. ഒരുപാട് വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ മസാല ദോശ, ഇഡ്ഡലി, അതുപോലെ സാമ്പാർ, ചട്നി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മസാല ദോശ അങ്ങ് കഴിക്കാമെന്ന് കരുതി കേട്ടോ. കാരണം നമ്മൾ ഇതുവരെയും പുറത്തുനിന്ന് മസാല ദോശയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാനും ഇച്ചാനും കൂടെ കൂടി ഓരോ മസാല ദോശ വാങ്ങിച്ചു. ഒരു മസാല ദോശയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 100 രൂപയാട്ടോ ഇവിടുത്തെ റേറ്റ്. കൂട്ടത്തിൽ സാമ്പാറും ഉണ്ട്, പീനട്ടിൻ്റെ ചട്നിയുണ്ട്, പിന്നെ വേറൊരു ചട്നി ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല തിരക്കാട്ടോ ഇവിടെ. നമ്മൾ സാധാരണ വരുമ്പോൾ ഇവിടെ ഇത്രയും തിരക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, CBSEയുടെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തു നിന്നും വന്ന ആളുകളും വണ്ടികളും ഒക്കെ ആയിട്ട് ഈ ഒരു ടൗൺ അങ്ങ് ഫുള്ള് നിറഞ്ഞു കേട്ടോ. എന്തായാലും വേണ്ടില്ല, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം.